തിരുവനന്തപുരത്ത് കൈമനത്ത് സ്ഥിതി ചെയ്യുന്ന മഹാലിംഗ ക്ഷേത്രം ബാലാലയം. കൈമനം ചതുർമുഖ ബാലാലയം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടുത്തെ പ്രത്യേകത പ്രധാനമായും ഭക്തർക്ക് നേരിട്ട് അഭിഷേകം നടത്താനും പ്രാർത്ഥിക്കാനുമൊക്കെ സൗകര്യമൊരുക്കുന്ന ആരാധനാലയമാണ്. പാപ്പനംകോട് KSRTC വർക്ക്ഷോപ്പിന് എതിർവശത്തായി ദേശീയപാതയോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2018 ബാലാലയ പ്രതിഷ്ഠ നടത്തി ഓരോ ശിവരാത്രി നാളിലും പുതിയ ശിവലിംഗം ഒന്നിനും വീതി ഒന്നായി പ്രതിഷ്ഠിച്ച് 2125 ശിവരാത്രി നാളിൽ 108 ശിവലിംഗത്തോടെ പ്രതിഷ്ഠ നടക്കാനിരിക്കുന്ന മഹാലിംഗ ക്ഷേത്രം. ഇവിടെ ഈ മഹാലിംഗം ഭാരത പര്യടന യാത്രയ്ക്ക് ശേഷം 2 ജ്യോതിർലിംഗങ്ങളും സന്ദർശിച്ച് നേപ്പാൾ പശുപതിനാഥ ക്ഷേത്രവും സന്ദർശിച്ച് മടങ്ങിയെത്തിയിരിക്കുകയാണ്. ഈ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. 72 ദിവസമാണ് നമ്മൾ നിശ്ചയിച്ചത്. പക്ഷേ മഹാദേവൻ 34 ദിവസം കൊണ്ട് നമ്മളെ തിരിച്ച് ഇവിടെ എത്തിച്ച് പൗർണമി നാളിൽ ഭഗവാൻ അഭിഷേകം ഇവിടെ നടക്കണമെന്നുള്ള ഒരിതുകൊണ്ടായിരിക്കണം നമ്മളിവിടെ എത്തിച്ചേർന്നത്. അത് അനുഭവങ്ങൾ 1 മണിക്കൂർ കൊണ്ടോ 1 അരമണിക്കൂർ കൊണ്ടോ പറഞ്ഞു തീരുന്നതല്ല. പശുപതിനാഥ് 12 ജ്യോതിർലിംഗങ്ങളും അയൽ രാജ്യമായ നേപ്പാളിലും നമ്മൾ സന്ദർശിച്ചു. വളരെ ഭഗവാനോട് യാത്ര ചെയ്യുമ്പോൾ ഒരു ക്ഷീണമോ ഒരു വേദനയോ ഒന്നും അനുഭവപ്പെട്ടില്ല. കാറ്റ്, മഴ, വെയിൽ ഇതെല്ലാം നമ്മൾ അനുഭവപ്പെട്ടു. വന്നു ഭഗവാൻ നമ്മളെ തിരിച്ച് നമ്മളെ സന്നിധിയിൽ എത്തിച്ചിരിക്കുകയാണ്. നമ്മൾ 7 പേരാണ് യാത്ര ചെയ്തത്. 7 പേരാണ് ഇവിടെ നിൽക്കുന്നത്. മഹാദേവൻ്റെ കാരുണ്യം കൊണ്ട് ഈ കാരുണ്യങ്ങൾ എല്ലാം തന്നെ ഭഗവാൻ തന്നതാണ്. ഭഗവാന്റെ യാത്രയാണ്. ഭഗവാൻ ചിലതൊക്കെ കാണിച്ചു തരാനുണ്ടായിരുന്നു. ആ കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ യാത്ര ചെയ്തത്. പശുപതിനാഥിൽ ഈ ശവസംസ്കാരം നടക്കുന്നത് ചടങ്ങുകൾ നമ്മൾ കണ്ടു. അത് നമ്മളിവിടെ ശവസംസ്കാരത്തിൻ്റെ ഭസ്മാവതി ചെയ്യുന്നതാണ്. പക്ഷേ അതിലും വിപരീതം ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയായിട്ട് വേറെ കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട് എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയായിരിക്കും പശുപതിനാഥിൽ കൊണ്ടുപോയത്. പിന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മളെ ഭഗവാൻ ഒരു സെക്കൻഡ് പോലും നമുക്ക് ഒരു വിളിച്ചു പറയാനോ ഒന്നും ആളില്ലായിരുന്നെങ്കിൽ കൂടെ ഒരു സെക്കൻഡ് പോലും VIP ട്രീറ്റ്മെൻറ്റിലാണ് ഭഗവാനകത്ത് പോയത്. എല്ലാ ഗർഭഗൃഹങ്ങളിനകത്തും കയറി ഭഗവാൻ അഭിഷേകം ചെയ്തു. അത് തന്നെയാണ് മൂലസ്ഥാനത്ത് ഭഗവാന്റെ ശിരസിലാണ് നമ്മൾ ഭഗവാനെ വെച്ച് അഭിഷേകം ചെയ്തത്. അത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ 1 മണിക്കൂർ കൊണ്ട് പറ്റത്തില്ല. ഒരു നിമിഷം അജീവനുണ്ട്. നേരിട്ടുള്ള പൂജയാണ് ഇവിടെ ഉള്ളത്. പൂജാരിമാരുടെയോ കാണിക്ക സമർപ്പണങ്ങളുടെയോ ഒന്നും ആവശ്യമില്ല. ഭക്തർക്ക് നേരിട്ട് പാല്, തേന്, നെയ്യ് തുടങ്ങിയവ ഉപയോഗിച്ച് ഇവിടെ അഭിഷേകം ചെയ്യാം. ചതുർമുഖൻ, അതായത് പ്രധാനമായും 4 മുഖങ്ങളുള്ള ചതുർമുഖ ശിവലിംഗമാണ് ഇവിടെയുള്ളത്. 2018 ബാലാലയ പ്രതിഷ്ഠ നടത്തിയ ഇവിടേക്ക് എല്ലാ വർഷവും ശിവരാത്രി നാളിൽ പുതിയ ശിവലിംഗം കൊണ്ടുവരാറുണ്ട്. നമ്മൾ യാത്ര തിരിക്കുമ്പോൾ 72 ദിവസം ഉദ്ദേശിച്ചാണ് പോയത്. നമ്മൾ ഓരോ ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും 2 ദിവസം 3 ദിവസം 4 ദിവസമൊക്കെ ക്യൂ നിൽക്കണമായിരുന്നു. പക്ഷെ നമ്മൾ പോയപ്പോഴേക്കും എല്ലായിടത്തും നമ്മളെ നേരിട്ട് 10 മിനിറ്റിനകത്ത് കാശി പോലും 10 മിനിറ്റിനകത്ത് നമ്മൾ തൊഴുതു. നമ്മൾ അതിനകത്ത് അഭിഷേകം ചെയ്തു, പൂജ ചെയ്തു, എല്ലാം ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നേരത്തെ എത്താൻ സാധിച്ചത്.